ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീര രക്തസാക്ഷി, ഈ പ്രദേശത്തിന്റെ ഓമനയായി വളർന്നു വന്ന മിടുക്കനായ, സ്പോർട്സ് രംഗത്തും കലാരംഗത്തും ജീവകാരുണ്യ മേഖലയിലും സംഘടനാ പ്രവർത്തനത്തിലും അഴകാർന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടാരി രാഷ്ട്രീയത്തിന് മുമ്പിൽ പിടഞ്ഞു മരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീര രക്തസാക്ഷി, പ്രിയപ്പെട്ട പൊന്നോമന മകൻ ശ്രീ കൃപേഷിന്റെ നാളെ പാലുകാച്ചുന്ന വീട്ടിൽ ഞങ്ങൾ ഇന്ന് വന്നതാണ്. കല്യോട്ട് പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറെ ആവേശത്തോടു മുമ്പിൽ നിന്ന ശ്രീ കൃപേഷിന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം ഒരു വീടെന്നുള്ളതായിരുന്നു. ഒരു പാസ്പോർട്ട് സൂക്ഷിക്കാൻ പോലും വീടില്ലാതെ സുഹൃത്തിന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ച കൃപേഷിന്റെ ഓർമ്മകൾ തത്തിക്കളിക്കുന്ന ഈ സ്ഥലത്ത് അത് പൂർത്തീകരിക്കാൻ നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ഹൈബിയോടുള്ള അഗേതവുമായ നന്ദി ഞാൻ പ്രത്യേകം ഇവിടെ പരാമർശിക്കുകയാണ്. നാളെ ഈ കുടുംബത്തിന്റെ നഷ്ടങ്ങൾ നികത്താൻ ഒന്നും ഉപകരിക്കില്ല. പക്ഷേ അവന്റെ സ്വപ്നങ്ങൾ, പച്ചപിടിച്ച ഓർമ്മകൾ, അത് താലോലിക്കാൻ ഈ വീട് ഉപകരിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. ഈ വീടിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഹൈബിയെയും ഹൈബിയുടെ കൂടെയുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാരെയും പ്രദീപ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവർത്തനം അനസ്യൂതം നമുക്ക് തുടരണം. കമ്മ്യൂണിസ്റ്റ് കഠാര കോൺഗ്രസിനെ തളർത്തുകയല്ല, കോൺഗ്രസിനെ വളർത്തുക മാത്രമേയുള്ളൂ. കൃപേഷും ശരത്തും ജീവിച്ചിരുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തരാണ് എന്ന്
ഇന്ന് കല്യോട്ട് വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. നിരവധി കുടുംബങ്ങളാണ് ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും ഈ വലിയ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉറങ്ങാതെ ഈ വീടിന്റെ പ്രവർത്തനത്തിലാണ്. 45 ദിവസമാണ് വീടിന് പറഞ്ഞത്. 44ാമത്തെ ദിവസം പാലുകാച്ചുകയാണ്. പറഞ്ഞ വാക്ക് പൂർണ്ണമായും പാലിച്ച് മനോഹരമായിട്ടുള്ള വീട്. കൃപേഷ് ഇല്ലെങ്കിലും കൃപേഷിന്റെ മുഴുവൻ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രയത്നിച്ച എല്ലാ സഹപ്രവർത്തകന്മാരോടും, പ്രത്യേകിച്ച് എൻ്റെ സഹോദരൻ ശ്രീ ഹൈബി ഈഡനോടുള്ള എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു.